കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനുള്ളിൽ വിദ്യാഭ്യാസ വ്യാവസായികത്ത് വലിയ മുന്നേറ്റം കൈവരിക്കാൻ SNDP യോഗത്തിന് കഴിഞ്ഞതായി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് പുറത്താക്കപ്പെട്ട ചില ആളുകളുടെ നേതൃത്വത്തിലാണ് യോഗത്തിനെതിരായ അപവാദ പ്രചരണം വ്യാപകമായി നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റും കുമാരി സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന യുവജന ക്യാമ്പ് അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഈ രണ്ട് മേഖലയിലും ഒരുപാട് വലിയ വളർച്ചയാണ് സംഘടനാരംഗത്തും അതുപോലെ തന്നെ വ്യാവസായ രംഗത്തും വലിയ വളർച്ച എറിയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ വളരെ പിന്നോക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ അധികാരത്തിൽ നമുക്കുണ്ടായത്. നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന 50ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ 50 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്രസ്റ്റിന്റെ പേരിലും SNDP യോഗത്തിന്റെ പേരിലുമായി ഉണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ 22-2.25 പതിറ്റാണ്ടുകൊണ്ട് നമ്മൾ പുതിയതായി ഉണ്ടാക്കിയെടുത്തത് എത്ര സ്ഥാപനമാണെന്ന് അറിയണം. 130ഓളം പുതിയ സ്ഥാപനങ്ങളാണ് SNDP യോഗത്തിന്റെയും SNTRSന്റെയും പേരിൽ കഴിഞ്ഞ ഏതാണ്ട് 2.5 പതിറ്റാണ്ടുകൊണ്ട് അതിനകത്ത് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, ഓഫീസുകളുണ്ട്. ഈ കാലയളവിൽ വിദ്യാഭ്യാസ രംഗത്തടക്കം 130-ലധികം സ്ഥാപനങ്ങൾ SNDP യോഗത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യോഗത്തിന്റെ അഭിമാന പദ്ധതിയായ മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ വിപ്ലവകരമായ വളർച്ചയാണ് അംഗങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില ആളുകളാണ് അടിസ്ഥാനരഹിതമായ കുപ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിനെതിരെ പ്രവർത്തകരും അംഗങ്ങളും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. TK മാധവന്റെ 96ാമത് സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യോഗം ആരംഭിച്ചത്. യുവം 2025 എന്ന പേരിൽ അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സുബീഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ, സെക്രട്ടറി വിനോദ് ഉത്തമൻ, ഡയറക്ടർ ബോർഡ് അംഗം ഷാജി പുള്ളൂരിൽ, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വിഷ്ണു കാവനാൽ, കുമാരി സംഘം പ്രസിഡന്റ് രേഷ്മ കെ ബി, സെക്രട്ടറി ആര്യ സന്തോഷ്, സൈബർ സേന ചെയർമാൻ അരുൺകുമാർ, കൺവീനർ സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസിന് പോലീസ് ഉദ്യോഗസ്ഥനും പ്രഭാഷകനുമായ ഫിലിപ്പ് മമ്പാട് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ച് പ്രശസ്ത ചിത്രകാരൻ മഹേഷ് ചിത്രവർണം സ്റ്റേജിൽ വെച്ച് രചിച്ച ചിത്രം തുഷാർ വെള്ളാപ്പള്ളിക്ക് കൈമാറി. വ്യവസായ സംരംഭങ്ങളിലൂടെ മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കോവിൽമല യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർക്കും കൂട്ടാർ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർക്കും ചക്കവള്ളം ശാഖായോഗം ഭാരവാഹികൾക്കും യോഗത്തിൽ അനുമോദനം നൽകി. ഏകദിന ക്യാമ്പിന്റെ ഭാഗമായി യുവജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ, വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര.